അങ്ങനെ എന്താ അവരുടെ റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് റൈറ്റ് ആണ്. നമ്മളത് കോടതിയിൽ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് റിലീഫ് ആക്ട് നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ആക്ട് ആയിരിക്കും. നമ്മൾ ചെയ്യുന്നത് സൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഫയൽ ചെയ്യും. അതായത് ഇയാൾ ഇന്ന രീതിയിൽ എഗ്രി ചെയ്തിരുന്നു, ഞാൻ റെഡിയാണ്, എന്നിട്ടും പുള്ളി ഹി ഈസ് നോട്ട് റെഡി ടു വാട്ട് യു കോൾ സെൽ ദ പ്രോപ്പർട്ടി ഓർ എക്സിക്യൂട്ട് ദ സെയിൽ ഡീഡ് ഇൻ മൈ ഫേവർ. സോ കോടതി ഇടപെട്ട് ഒരു സ്പെസിഫിക് പെർഫോമൻസ് ഡിഗ്രി പാസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു റെമഡിയാണ് അത്, സ്പെസിഫിക് പെർഫോമൻസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് പെർഫോമൻസ് വേണ്ടെന്നുണ്ടെങ്കിൽ കോമ്പൻസേഷൻ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഇതാണ് രണ്ട് റെമഡി സാധാരണ ഈ കോൺട്രാക്ട് ഓഫ് സെയിലിന്റെ അടിയിലുള്ളത്. അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അതുകൊണ്ട് ഈ ഒരു ബയർ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആക്ടിലുള്ള അല്ല, നമ്മുടെ നോർമലി നമ്മൾ കേസ് നമ്മുടെ അടുത്ത് ഒരു പാർട്ടി വരുവാണ്, എന്റെ സെയിൽ അഗ്രിമെന്റ് ഇതാണ്, ഞാൻ ഇന്ന ആളുമായിട്ട് എഗ്രി ചെയ്തു, 10 ലക്ഷം രൂപയ്ക്ക് തരാം എന്ന് എഗ്രി ചെയ്തു. പക്ഷെ ഇപ്പം 6 മാസത്തേക്കായിരുന്നു എഗ്രിമെന്റ്. വിത്തിൻ 6 months I have to pay X amount and then he'll execute the sale deed. ഇപ്പൊ ഞാൻ X amount കൊടുക്കാൻ തയ്യാറുണ്ട്, but he is not ready to execute the sale deed because XY reasons. ഒരു റീസൺ എന്ന് പറയുന്നത് സാധാരണ ഈ സെയിൽ അഗ്രിമെന്റിലൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞ 6 മാസത്തേക്ക് ഇത് വെക്കുമ്പോൾ നാളെ അയാൾക്ക് ചിലപ്പോൾ നല്ലൊരു വേറൊരു ബയർ കിട്ടും, കുറച്ചുകൂടെ കൂടിയ എമൗണ്ട്. അപ്പൊ എനിക്ക് 10 ലക്ഷമാണ് പറഞ്ഞെങ്കിൽ നാളെ 15 ലക്ഷം കൊടുക്കാൻ തയ്യാറായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ചില സെല്ലർമാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള ഒരു ശ്രമം നടത്തും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിഫോർ ദ എക്സ്പയറി ഓഫ് ദ ടേം or the period which is mentioned under the contract of sale, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു 6 മാസ കാലാവധി, before that, in order to prove my readiness before a court of law, normally we send a notice to the other party, the seller. അപ്പൊ ആ നോട്ടീസിൽ എന്തൊക്കെയായിരിക്കും പറയുക? ദ നോട്ടീസ് വിൽ സ്പെസിഫൈ അബൌട്ട് ദി കോൺട്രാക്ട് ഓഫ് സെയിൽ. അത് കഴിഞ്ഞ് പറയും, സി ഐ ഹാവ് ഓൾറെഡി അഡ്വാൻസ്, ഐ ഹാവ് ഗിവൺ എക്സ് എമൗണ്ട് ആൻഡ് നൗ ഐ ആം റെഡി ടു പേ യു ദ ബാലൻസ് സെയിൽ കൺസിഡറേഷൻ. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, അതിന് വേറൊരു കാര്യമുണ്ട്. എന്നിട്ട് പറയും, യു ആർ ഡയറക്റ്റഡ് ടു പ്രസന്റ് ബിഫോർ ദ SRO മുട്ടട അല്ലെങ്കിൽ ഏതോ സ്ഥലം എന്ന് വെച്ചാൽ അവിടെ you are directed to be present before that particular sub-register office, and I'll be there with the balance sale consideration, and you have to execute me the sale deed along with all the prior documents. You have to hand it over to me എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോട്ടീസ് we will be sending to the party. നോട്ടീസ് സെൻഡ് ചെയ്താൽ മാത്രം പോരാ, എന്നിട്ട് നമ്മൾ ഇത് കോടതിയിൽ പ്രൂവ് ചെയ്യണമെങ്കിൽ തെളിവാണല്ലോ. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യും? ഈ ബാലൻസ് എമൗണ്ടിനുള്ള ഒരു വിഡ്രോയിലൊക്കെ കാണിച്ചിട്ട് നമ്മൾ അവിടെ പോയി പ്രസന്റ് ആവും. ഈ പറഞ്ഞ ദിവസം നമ്മൾ അവിടെ പോയി നിൽക്കും, ഈ സബ് രജിസ്റ്റർ ഓഫീസിൽ പോയി നിന്നിട്ട് അവിടെ ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും ഒരു എൻട്രി നമ്മൾ ചെന്നതായിട്ട് ഒരു തെളിവ് എന്തെങ്കിലും ആൾക്കാരെ ആരെങ്കിലും വിളിക്കുക എന്നൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്നിട്ട് അയാൾ വരില്ലായിരിക്കും, വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് ഈ വിഡ്രോവല്, ഈ നോട്ടീസ്, ഇതെല്ലാം നമ്മുടെ സൂട്ടിന്റെ കൂടെ നമ്മൾ ഹാജരാക്കുക. കാരണം സി ഐ വാസ് റെഡി, ഐ വെന്റ് ദേർ ഓൺ സച്ച് ആൻഡ് സച്ച് ഡേറ്റ് അറ്റ് സച്ച് ആൻഡ് സച്ച് ടൈം. I withdrew all the money for paying the balance sale consideration. Still he didn't come and he didn't execute any sale deed in my favor. അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് റെമഡിയാണ് നമ്മൾ ഈ സെയിൽ ഡീഡിന്റെ കോൺട്രാക്ട് ഫോർ സെയിലിന് നമ്മളുടെ റെമഡി ആയിട്ട് നമ്മൾ കോടതിയിൽ പോയി ചോദിക്കുന്നത്. അതിന്റെ ബേസിക് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈ എ കോൺട്രാക്ട് ഓഫ് സെയിൽ there is no charge, no interest is created in favor of the proposed buyer. അത്രയേ ഉള്ളൂ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി ഇതിൻ്റെ അകത്ത് നോക്കേണ്ട 2-3 ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കറിയാം, ഇത് വളരെ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്നുള്ള കാര്യമേ ഉള്ളൂ. റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ സെല്ലർ ആണ്. സെല്ലർ അത് സെക്ഷൻ 55 പറയുന്നത്, റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ബയർ ആൻഡ് സെല്ലർ. അപ്പൊ രണ്ടുപേരുടെയും റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റി. അപ്പൊ പോയിന്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ ഇതിന്റെ എല്ലാം പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻ ദ ആബ്സെൻസ് ഓഫ് എ കോൺട്രാക്ട് ടു ദ കോൺട്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് പാർട്ടിയും തമ്മിൽ ഒരു വ്യത്യസ്തമായ കോൺട്രാക്ട് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത പക്ഷം ഒരു പെർട്ടിക്കുലർ തിങ്ങിൽ അവർ തമ്മിൽ എഗ്രി ചെയ്താൽ ദേ ക്യാൻ എഗ്രി, ദാറ്റ് വിൽ പ്രിവെയിൽ. അൺലെസ് ദേ എഗ്രി ടു some what you call a particular thing in a particular manner, unless they agree, then this will be applicable. Whatever mentioned in section 55(1), 55(5), ഇതിലെല്ലാം 55 സെക്ഷൻ 55 വരുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ സെല്ലറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒബ്ലിഗേഷൻ, അത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സെല്ലർ ഈസ് ബൗണ്ട് ടു ഡിസ്ക്ലോസ് എനി മെറ്റീരിയൽ ഡിഫെക്ട് ഇൻ ദ പ്രോപ്പർട്ടി ഓർ ടൈറ്റിൽ ഓഫ് പ്രോപ്പർട്ടി വിച്ച് ദ ബയർ ഈസ് നോട്ട് അവെയർ ആൻഡ് വിച്ച് കുഡ് നോട്ട് വിത്ത് ഓർഡിനറി കെയർ ഡിസ്കവർ. സോ അതിൻ്റെ അത് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ വായിക്കുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ,
ബയറിന് അറിഞ്ഞുകൂടാത്ത വസ്തുവിൽ നിന്ന് എന്തെങ്കിലും ഡിഫക്റ്റ്, അല്ലെങ്കിൽ എന്റെ ടൈറ്റിൽ, സെല്ലർ ഞാനാണെങ്കിൽ എന്റെ ടൈറ്റിലോ എന്റെ വസ്തുവിലോ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഐ ഹാവ് ടു ഡിസ്ക്ലോസ് ഇറ്റ് ടു ദി ബയർ. അത് മാത്രം പോലെ 2 ക്വാളിഫിക്കേഷൻ ഉണ്ട്. അത് എങ്ങനത്തെ ഇതായിരിക്കണം? അത് ഒന്ന് ബയറിന് അറിയാൻ പാടില്ലാത്ത, വിച്ച് ദ ബയർ ഈസ് നോട്ട് അവെയർ ഓഫ്, ആൻഡ് അത് മാത്രമല്ല, ആൻഡ് ദോസ് ഡിഫക്ട്സ് വിച്ച് ഹി കുഡ് നോട്ട് ഡിസ്കവർ ഈവൻ ആഫ്റ്റർ എക്സസൈസിങ് ഡ്യൂ ഡിലിജൻസ്. അങ്ങനത്തെ ഒരു ഇത് മാത്രം. ഇപ്പൊ ഒരു പേറ്റന്റ് ആയിട്ടുള്ള ഒരു എററാണ്, പേറ്റന്റ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട്. പേറ്റന്റ് എന്ന് വെച്ചാൽ പുറമേ കാണാം, ആർക്ക് നോക്കിയാലും കാണാം, വസ്തുവിൽ വലിയൊരു കുഴി, അല്ലെങ്കിൽ അവിടെ വലിയ എന്താണ് ഒരു വസ്തുവിന് ഒരു വലിയ പ്രശ്നം കാണാൻ പറ്റും. അല്ലെങ്കിൽ എന്റെ ഡോക്യുമെന്റിലാണെങ്കിൽ മൈനേഴ്സ് ഇൻട്രസ്റ്റ്, എന്റെ ഡീഡ് നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു മൈനേഴ്സ് ഇൻട്രസ്റ്റ് അവിടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഡിഫക്ട്സ് ഒന്നും ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യം, ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ബയറിന് അറിയാൻ പാടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. സോ ദോസ് കൈൻഡ് ഓഫ് ഡിഫക്ട്സ് വിച്ച് ആർ ദെയർ വിച്ച് ദ ബയർ കുഡ് നോട്ട് ഡിസ്കവർ ഈവൻ ആഫ്റ്റർ എക്സസൈസിങ് ഡ്യൂ ഡിലിജൻസ്, അങ്ങനത്തെ ഡിസ്കവർ ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ്, ടു പ്രൊഡ്യൂസ് ഓൾ ഡോക്യുമെന്റ് ഇൻ ഹിസ് കസ്റ്റഡി ആൻഡ് പവർ ടു ദ ബയർ ഫോർ എക്സാമിനേഷൻ. അതായത് എന്റെ വസ്തുവിലുള്ള എല്ലാ പ്രോപ്പർട്ടിയിലെ എല്ലാ ഡോക്യുമെന്റും ഐ ഹാവ് ടു ഗിവ് ഇറ്റ് ടു ദ ബയർ ആസ് പെർ ഹിസ് if he request such documents. ഓണർഷിപ്പ് നോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്, അത് നമ്മൾ കൊടുക്കേണ്ട കാര്യമാണ്. ദെൻ ദ തേർഡ് തിങ്, ഇതിന്റെ അത് വേറൊരു ഞാൻ അതിലേക്ക് വരാം. to answer to the best of his information all the relevant questions put to him by the buyer. ബയർ ചോദിക്കുന്ന റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ പറയുക. അതാണ് തേർഡ് പോയിന്റ്. ഫോർത്ത് എന്ന് പറയുന്നത്, upon payment of the sale consideration, execute the documents required for effecting the sale. അപ്പൊ അതിന്റെ സെയിലിന് വേണ്ടി പൈസ കിട്ടിക്കഴിഞ്ഞാൽ സെയിലിന് വേണ്ടിയുള്ള എല്ലാ ഡോക്യുമെന്റും കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അടുത്തത് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിറ്റ്വീൻ ദ കോൺട്രാക്ട് ഓഫ് സെയിൽ ആൻഡ് ദ ഡേറ്റ് ഓഫ് സെയിൽ. അതായത് കോൺട്രാക്ട് ഓഫ് സെയിൽ എൻ്റർ ചെയ്തു, അതിന് ഡേറ്റ് ഓഫ് സെയിൽ, എന്തായാലും ഞാൻ വിൽക്കാൻ പോവാണെന്ന് പറഞ്ഞ് എനിക്ക് ചുമ്മാ ആ പ്രോപ്പർട്ടി എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നടക്കാൻ പാടില്ല. സോ ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ പ്രോപ്പർട്ടി ആസ് ഇഫ് ആൻ ഓണർ ഓഫ് ഓർഡിനറി prudence, due diligence, everything. ആ ഒരു ഓർഡിനറി പ്രൂഡൻസ് ആയിട്ടുള്ള ഒരാൾ എന്തൊക്കെ ഓണർ ഒരു പ്രോപ്പർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യോ അതെല്ലാം ഈ സെല്ലർ ചെയ്തിരിക്കണം ടിൽ ദ ഡേറ്റ് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിൽ മുതൽ ഡേറ്റ് ഓഫ് സെയിൽ വരെ പ്രോപ്പർട്ടിയെ മര്യാദയ്ക്ക് നോക്കി നടത്തുക എന്നുള്ളതേ ഉള്ളൂ. അത് അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ടു ഗീവ് ഈ പ്രോപ്പർട്ടിയുടെ പൊസഷൻ വി ഹാവ് ടു ഗിവ് ഇറ്റ് ടു ദി ബയർ ഓർ ദ പേഴ്സൺ or as per the direction of the buyer to any other person. അത് ബയർ പറയുന്ന ആൾക്കോ അല്ലെങ്കിൽ ബയറിനോ എന്റെ പൊസിഷൻ കൊടുക്കുക, എന്റെ സെയിലിനോട് അനുബന്ധിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അടുത്ത ലാസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, എല്ലാ ടാക്സസ്, എൻകുംബ്രൻസ്, ഇൻട്രസ്റ്റ്, എവറിത്തിങ് ഐ ഹാവ് ടു പേ ടിൽ ദ ഡേറ്റ് ഓഫ് സെയിൽ എന്നുള്ളതാണ്. അൺലെസ് ദർ ഇസ് എ കോൺട്രാക്ട് ടു ദ കോൺട്രാക്ട്. അതായത് ഞാൻ എന്റെ വസ്തു വിൽക്കുമ്പോൾ അന്ന് വരെയുള്ള എല്ലാ ടാക്സ്, അല്ലെങ്കിൽ വേറെ പബ്ലിക് ആയിട്ടുള്ള ടാക്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും എൻകുംബ്രൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ്, എൻകുംബ്രൻസ്, മോർഗേജ് ഉണ്ടെങ്കിൽ അത് അടച്ചു തീർക്കുക. അപ്പൊ എല്ലാം അത് സെല്ലർ ചെയ്യേണ്ട കാര്യമാണ്. ഇതെല്ലാം ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇത് ബയറിന് ഈ സാധനം കൊടുക്കാവുള്ളൂ. ഇനി ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ സാധാരണഗതിയിൽ ഈ ഡോക്യുമെന്റ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രയർ ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ നമ്മൾ അത് ബയറിന് കൊടുക്കുന്നതാണ്. നമ്മൾ വസ്തു കൊടുക്കുമ്പോഴത്തേക്കും വസ്തുവിന്റെ പിന്നാധാരങ്ങൾ എന്ന് പറയും, അതായത് മൈ സെയിൽ ഡീഡ്, എനിക്ക് എവിടുന്ന് കിട്ടിയെന്നുള്ള ആ ഡീഡ്, അതിന്റെ മുന്നത്തെ ഡീഡ്. അപ്പൊ എന്റെ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ഉണ്ടോ ഓൾ ദ ഡോക്യുമെന്റ്സ് ഐ ഹാവ് ടു ഗിവ് ഇറ്റ് ടു ദി ബയർ. അപ്പൊ ഇതിന്റെ അത് ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എനിക്കുള്ള കുറെ എനിക്കൊരു കിട്ടിയ ടൈറ്റിൽ ഡീഡിൽ കവർ ചെയ്യുന്ന എൻറ്റയർ പ്രോപ്പർട്ടി, ഐ എം ജസ്റ്റ് സെല്ലിംഗ് എ പീസ് ഓഫ് ലാൻഡ് ടു എ തേർഡ് പാർട്ടി ഓർ അതർ പാർട്ടീസ്. ഐ എം നോട്ട് സെല്ലിംഗ് ദ എൻറ്റയർ പ്രോപ്പർട്ടി, ഐ എം ടേക്കിംഗ് എ പാർട്ട് ഓഫ് ഇറ്റ്. അങ്ങനെ വരുവാണെങ്കിൽ ദ സെല്ലർ ഈസ് ഹാവിംഗ് ദ റൈറ്റ് ടു റീറ്റെയിൻ ഓൾ ദ prior title deeds or his title deeds. He is having the right to retain. നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അതായത് 10 സെന്റ് എനിക്ക് ഒരു സെയിൽ ഡീഡിൽ കൂടെ എനിക്ക് ഒരു 10 സെന്റ് കിട്ടിയെങ്കിൽ ആ 10 സെന്റിൽ ഞാൻ 5 സെന്റ് മിസ്റ്റർ സഫി മോഹന് കൊടുക്കുവാണെങ്കിൽ I need not give my entire back documents to Safi Mohan because I am still having 5 cents with me. അതുകൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള ഈ സെക്ഷനിൽ പറയുന്ന ഒരു കാര്യം. നമ്മൾ ഈ സാധാരണ ഇത് പ്രാക്ടിക്കൽ സൈഡിൽ നമ്മൾ ഡോക്യുമെന്റ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ക്ലെയിംസും കാര്യങ്ങളും, അത് ബാങ്കിൽ പോവുകയാണെങ്കിൽ ബാങ്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ബാങ്ക് ഒരാൾക്ക് ലോൺ കൊടുക്കുന്നതിന് മുമ്പ് ഈ ബാങ്ക് എല്ലാ ഈ മുന്നാധാരങ്ങളും ചോദിക്കും. 10-30 വർഷം വരെയുള്ള എല്ലാ മുന്നാധാരങ്ങളും ഈ സാധാരണ ബാങ്കേഴ്സ് ചോദിക്കാറുണ്ട്. ഈ പഴയ ഡോക്യുമെന്റ്സ്
കാരണം ടൈറ്റിലിന്റെ ഫ്ലോ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി, ഇടയ്ക്ക് ഏതെങ്കിലും മൈനറിന് ഇൻട്രസ്റ്റ് ഉണ്ടോ, ഏതെങ്കിലും ലുണാറ്റിക് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ, ഇടയ്ക്ക് ഏതെങ്കിലും മോർഗേജ് ഒറ്റി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, ഏതെങ്കിലും ഒറ്റി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ബാങ്ക് ലോൺ കൊടുക്കുള്ളൂ. അപ്പൊ അതിന് നോക്കാൻ വേണ്ടി സാധാരണ ഇതിൽ 13 അല്ലെങ്കിൽ 30 വർഷത്തെ ആ ഫ്ലോ ഓഫ് ടൈറ്റിൽ ബാങ്കിന് അറിയാൻ വേണ്ടിയിട്ട് ബാങ്കിന്റെ ലോയർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്യുമെന്റ് എല്ലാം വാങ്ങി നോക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഈ ഒരു ഡോക്യുമെന്റ് ആരുടെ കൈവശം ഇല്ല, എന്തുകൊണ്ടില്ല എന്നൊക്കെ ഉള്ള ചോദ്യം ബാങ്ക് ചോദിക്കുമ്പം കൊടുക്കാൻ പറ്റുന്ന ഒരു ആൻസർ ഇതാണ്. ഇവൻ ആസ് പെർ TP ആക്ട് സെക്ഷൻ 55 ഓണർ, അതായത് സെല്ലർ വിൽക്കുമ്പോഴത്തേക്ക് സെല്ലറിന്റെ എല്ലാ പ്രോപ്പർട്ടിയും വിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സെല്ലർ ക്യാൻ റീറ്റെയിൻ ദി ഒറിജിനൽ ടൈറ്റിൽ ഡീഡ്. സോ സെല്ലർ എന്റെ കയ്യിൽ ഒറിജിനൽ ഇല്ല, സെല്ലറിന്റെ എനിക്ക് വിറ്റ ആളുടെ കയ്യിലാണ്, അയാൾ കുറച്ച് പ്രോപ്പർട്ടി അയാളുടെ കയ്യിലുള്ളതുകൊണ്ട് ദോസ് ഡോക്യുമെന്റ്സ് ആർ വിത്ത് ഹിം എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമതൊരു പോയിന്റ്, ഇത് അനുബന്ധിച്ച് രണ്ടാമതൊരു സ്മോൾ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്കൊരു ഉള്ള സെന്റ് വസ്തുവെല്ലാം ഞാൻ പല ആൾക്കാർക്കായിട്ടാണ് വിൽക്കാന്ന് വെച്ചു. സോ ഐ സോൾഡ് ദ എൻറ്റയർ പ്രോപ്പർട്ടി ഇൻ പീസസ്, ബിറ്റ്സ് ആൻഡ് പീസസ് ടു ഡിഫറെന്റ് 4-5 ഡിഫറെന്റ് പേഴ്സൺസ്. ദെൻ to whom I will give the entire prior title deed എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. See, I need not retain because I am not retaining any property. ഞാൻ ഒരു പ്രോപ്പർട്ടി ഞാൻ കൈവശം വെക്കുന്നില്ല. സോ I don't want the prior title deed also, but I have to give it to one of the buyers. കാരണം 5 പേരാണ് ഈ ഒരു 2 സെന്റ് 3 സെന്റ് 1 സെന്റ് ആയിട്ട് എൻ്റെ ഒരു എൻറ്റയർ പ്ലോട്ടിൽ നിന്ന് വാങ്ങിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ദ പേഴ്സൺ ഇതിൻ്റെ അകത്ത് ഏറ്റവും വാല്യൂവിൽ ഏറ്റവും കൂടുതൽ വസ്തു പോയേക്കുന്ന ആ ഒരു ബയറിന് ഈ ഡോക്യുമെന്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ കവർ ചെയ്തേക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ സെക്ഷൻ 55ന്റെ പ്രൊവൈസോ ആയിട്ടാണ് ഈ ഒരു പോയിന്റ് പറഞ്ഞേക്കുന്നത്. സോ ദ ബയർ ഓഫ് ദ ലോട്ട് ഓഫ് ഗ്രേറ്റസ്റ്റ് വാല്യൂ ാണ് ഇത് നമ്മൾ ഈ എൻറ്റയർ ടൈറ്റിൽ ഡീഡ്സ് അയാൾക്കാണ് അതിനുള്ള എൻടൈറ്റിൽമെന്റ്. ഇപ്പം പല ആൾക്കാരുണ്ടെങ്കിൽ അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു സെല്ലറിന്റെ. ഇനി ഒരു ബയറിന്റെയും കൂടെ ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. ബയറിന് ഡിസ്ക്ലോസ്, അപ്പൊ നമ്മൾ ചോദിക്കും ബയറിന്, അപ്പൊ ബയറിനും ദർ ആർ സം വാട്ട് യു കോൾ ഓബ്ലിഗേഷൻസ്. ബയറിന്റെ ഓബ്ലിഗേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് he has to disclose certain facts which has come into his knowledge, which he knows that the seller is not aware of with respect to what you call the interest of the seller or the nature of the property, such the nature of the property which have a what you call അതിനൊരു പ്രോപ്പർട്ടിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഫാക്ട് ബയറിന് പിടികിട്ടി, വിച്ച് ദ സെല്ലർ ഈസ് നോട്ട് അവെയർ ഓഫ്. അപ്പൊ അങ്ങനെ ഒരു ഫാക്ട്, ഇഫ് ഇറ്റ് കംസ് ടു ദ നോട്ടീസ് ഓഫ് ദ ബയർ, such a fact which has the potential to increase the value of the property and seller is not aware of. So seller ഒരു വസ്തു വിറ്റപ്പോൾ അതിന്റെ അകത്ത് ചില കാര്യങ്ങൾ സെല്ലറിന് പോലും അറിഞ്ഞുകൂടാ എന്ന് ബയറിന് മനസ്സിലായി കഴിഞ്ഞാൽ then the buyer is bound to disclose those facts to the seller. അതായത് ബയറിന് ആ വസ്തു എഴുതി കൊടുക്കുമ്പോഴത്തേക്കും ബയറിന് അല്ലെങ്കിൽ അതിന്റെ കോൺട്രാക്ട് ഉള്ളപ്പോൾ ബയറിന് മനസ്സിലാവണം, അയ്യോ ഈ പ്രോപ്പർട്ടിയിൽ ഇന്ന ഗുണങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് സെല്ലറിന് അറിഞ്ഞുകൂടാ. ഈ കാര്യങ്ങൾ ഇറ്റ് ഈസ് ഹാവിംഗ് ദ പൊട്ടൻഷ്യൽ ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ബയർ തന്നത് ബയർ ബോണഫൈഡ്ലി ഒരു ഒരു ലെസ്സർ എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ തന്നത്, അല്ലെങ്കിൽ ലെസ്സി എന്നുള്ള രീതിയിൽ തന്നിട്ട് പക്ഷെ ബയറിന്റെ ഓണർഷിപ്പ് ആക്ച്വലി ഈസ് ഓഫ് ആൻ ഓണർ. അങ്ങനെ ടൈറ്റിലോ എന്തെങ്കിലും ഒരു അപ്ഗ്രഡേഷൻ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ then those things that have to be disclosed to the seller. ഇനി ഇതിന്റെ അകത്ത് ഈ ആക്ട് പ്രത്യേകം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ സെല്ലറിന്റെ ഒരു ഒബ്ലിഗേഷൻ പറഞ്ഞു, ഇഫ് ദ പ്രോപ്പർട്ടി ഈസ് ഹാവിംഗ് എനി ലേറ്റന്റ് ഡിഫക്ട്സ് എന്ന് വെച്ചാൽ മറിഞ്ഞിരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഡിഫക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഹാസ് ടു ബി ഡിസ്ക്ലോസ്. ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സെല്ലർ. വൺ, ദിസ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ബയർ ടു ഡിസ്ക്ലോസ് ദാറ്റ് ദീസ് ഫാക്ട്സ്. ഈ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന സെല്ലറിന് അറിയാൻ വയ്യാത്ത ഫാക്ട്സ് ഉണ്ടെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ഈ രണ്ട് സാധനങ്ങളും ഇഫ് ദർ ഈസ് എ നോൺ ഡിസ്ക്ലോഷർ ഫ്രം ദ പാർട്ട് ഓഫ് ദ സെല്ലർ ഓർ ദ ബയർ ആസ് ദ കേസ് മേ ബി, then it is a fraud. It is treated as a fraudulent act as per TP. TPയിൽ ഈ രണ്ട് പോയിന്റിലും പറയാനുള്ള രണ്ട് ഒബ്ലിഗേഷനും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഈസ് എ ഫ്രോഡുലന്റ് ആക്ട് എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് എ ഫ്രോഡ്. അപ്പം അതാണ് ഫസ്റ്റ് ഒബ്ലിഗേഷൻ. സെക്കൻഡ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ടു സേ ദ സെയിൽ കൺസിഡറേഷൻ. അതെല്ലാവർക്കും അറിയാം, ബയർ ആണെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സെയിൽ കൺസിഡറേഷൻ പേ ചെയ്യാന്നുള്ളതേ ഉള്ളൂ, പേ ചെയ്യണം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർഷിപ്പ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണർഷിപ്പ് പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ആ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ഡിഫക്റ്റോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ then the buyer cannot make any claim against the seller. കാരണം അത് വാങ്ങി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അകത്ത്
പ്രശ്നങ്ങളുണ്ടായത്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് there cannot be any claim against the seller. പിന്നെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എല്ലാ ടാക്സും കാര്യങ്ങളും പബ്ലിക് ഔട്ട് ഗോയിങ്സ് എവറിത്തിങ് അല്ലെങ്കിൽ എൻകുംബ്രൻസിന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി റിലേറ്റഡ് പേയ്മെന്റ് then it has to be made by the buyer. വേറെ അതിനകത്ത് ഓപ്ഷൻ ഒന്നുമില്ല. ഇനി ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. അതായത് അൺപെയ്ഡ് സെയിൽ കൺസിഡറേഷൻ. അതായത് ഇപ്പോൾ ഒരു സെല്ലർ സോൾഡ് ദ പ്രോപ്പർട്ടി, സെയിൽ ചെയ്തു. അപ്പൊ അതിന്റെ നമ്മൾ ആദ്യമേ സെക്ഷനിൽ പറഞ്ഞു ദ കൺസിഡറേഷൻ ക്യാൻ ബി പെയ്ഡ് ഓർ പാർട്ട് പെയ്ഡ് ഓർ പ്രോമിസ് ടു ബി പെയ്ഡ്. അപ്പം ഇതിന്റെ അകത്ത് നമ്മൾ ഈ സെല്ലർ ഹാസ് ഗിവൻ ദ പ്രോപ്പർട്ടി to the buyer, he has executed the sale deed, possession has been given to the party, to the buyer. പക്ഷേ the buyer is not paying the balance sale consideration. Then what is the right of the buyer? ബയറിന്റെ അകത്ത് സെക്ഷനിൽ പറഞ്ഞത് there is a statutory charge. അതായത് ഈ പ്രോപ്പർട്ടിക്ക് മേലെ വിറ്റ പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും സെല്ലർ വിൽ റീറ്റെയിൻ എ ചാർജ് ഓവർ ദ പ്രോപ്പർട്ടി ഫോർ സച്ച് അൺപെയ്ഡ് സെയിൽ കൺസിഡറേഷൻ along with interest, and the interest will be calculated from the date of delivery of possession till the amount is paid. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് അൺപെയ്ഡ് സെല്ലറിന്റെ ഒരു റൈറ്റ് ആണ്. നമുക്ക് പ്രോപ്പർട്ടി എക്സിക്യൂട്ട് ചെയ്ത് വിറ്റു, പക്ഷെ കാശ് ഇത്ര രൂപ സെയിൽ കൺസിഡറേഷൻ തരാനുണ്ടെന്നുണ്ടെങ്കിൽ അവൻ തരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടിന് നമുക്ക് ആ പ്രോപ്പർട്ടിയുടെ മേലെ ഒരു ചാർജ് നിലനിൽക്കും. ആ ചാർജ് നിൽക്കും. ആ ചാർജിൽ charge for the unpaid consideration plus interest which is calculated from the date of delivery of possession. അതാണ് date of delivery of possession till the amount is paid. അപ്പം ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രജിസ്ട്രേഷൻ, ഇപ്പം ഡോക്യുമെന്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും അത് രജിസ്ട്രേഷൻ ആക്ടിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ്. ഇപ്പം document is executed on a particular date. January 1 document executed, sale deed അല്ലെങ്കിൽ ഒരു ഡീഡ്, ഒരു ട്രാൻസ്ഫർ ഡീഡ് എക്സിക്യൂട്ട് ചെയ്ത് January 1. ഞാനത് February 1 കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്നത്. So the law says that the Registration Act says that the transfer will be deemed to be effected from the date of execution and not from the date of registration. അതായത് ഈ ഒരു ട്രാൻസ്ഫർ നടത്തണമെങ്കിൽ registration is mandatory. And in such cases, when the registration is made, the transfer is considered to have come into effect from the date of the execution of the document and not from the date of registration. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ കാര്യമുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ ആക്ടിൽ ടൈമും പറയുന്നുണ്ട്. അതായത് ഒരു ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു ഡു ദ രജിസ്ട്രേഷൻ വിത്തിൻ എ പീരീഡ് ഓഫ് 4 months. 4 മാസത്തിനകത്താണ് ചെയ്യേണ്ടത്. പിന്നെ അതിനൊരു പെനാൽറ്റി ഒക്കെ വെച്ചിട്ട് കുറച്ചൊരു എക്സ്റ്റൻഷൻ, അതും ഒരു 4 മാസത്തെ കൂടെ എക്സ്റ്റൻഷൻ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ബട്ട് നോർമലി ദ ടൈം ആസ് പെർ രജിസ്ട്രേഷൻ ആക്ട് ഈസ് 4 months ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സിക്യൂഷൻ. അപ്പൊ അതിൻ്റെ നമ്മൾ ചെയ്യണമെന്നാണ് ഒരു ഡോക്യുമെന്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ലോ പറയുന്നത്. സോ ഇന്നിപ്പോ നമുക്ക് ഇത് മതി. ഇനിയിപ്പം നമുക്ക് അടുത്ത ഇനി മോർഗേജ് അങ്ങനത്തെ കാര്യങ്ങളാണ്. സോ വി ക്യാൻ വൈൻഡ് ഫോർ ദ ഡേ. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം.